ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ടേക്ക് അവേ പോയിന്റ്സ് ആണ്. സോ ഏറ്റവും ഹയസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഹലോ ഗൈസ്, റെയിൽവേ ജോലികളുടെ പ്രത്യേകതകളും ബെനഫിറ്റ്സും എല്ലാം എല്ലാവർക്കും നല്ല പരിചയമുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം റെയിൽവേ ജോലിയെ സംബന്ധിച്ച് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് റെയിൽവേ ജോലിയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില ജോലികൾക്ക് കണ്ണട വെച്ചിട്ട് പരിശോധിക്കണം, അല്ലെങ്കിൽ ചിലതിന് കണ്ണട വെച്ചാലും കുഴപ്പമില്ല, ചിലതിന് കണ്ണട വെക്കാൻ പറ്റില്ല, ചിലതിന് കളർ ബ്ലൈൻഡ്നെസ് പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ കൺഫ്യൂഷൻ എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, RRBയുടെ കീഴിൽ ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പം NTPC പോലെ തന്നെ ഗ്രൂപ്പ് D നടക്കുന്നുണ്ട്, അങ്ങനെ പല എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പല പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകളാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരൊറ്റ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല ഉള്ളത്. ഓരോ പോസ്റ്റിനും അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വ്യത്യാസമാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ പോസ്റ്റിൽ വേണ്ട ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് അല്ല സാധാരണ രീതിയിൽ ഒരു ഗുഡ്സ് ഗാർഡിന് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് പലതിനും പല ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലെ ഏരിയ ഓഫ് ടെസ്റ്റിംഗ്. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, കളർ വിഷൻ എന്നൊക്കെ പലപ്പോഴും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി ഈ സാധനങ്ങളെല്ലാം, ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്, ഇതിനായി നടത്തപ്പെടുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങി ഓരോ ജോലികൾക്കും വേണ്ട നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഇൻഫർമേറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിനുശേഷം RRBയുടെ NTPCയുടെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ വരുന്നുണ്ടാകും. ജനറലി നമ്മൾ എല്ലാ പോസ്റ്റും കൂടി ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺഫ്യൂഷൻ കൂടുകയുള്ളൂ, അല്ലെങ്കിൽ അതൊരു വലിയ ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനെ കട്ട് ഡൗൺ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അല്ലെങ്കിൽ ഈ പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നേരെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് NTPC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RRBയുടെ കീഴിൽ വരുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്ന ഒരു എക്സാമാണ്. അത് +2 ലെവലിലും ഡിഗ്രി ലെവലിലും ഉള്ള 2 ലെവൽസിലായിട്ടാണ് നടത്തപ്പെടുന്നത്. സോ ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി +2 ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. അതിനുള്ള യോഗ്യത +2 തന്നെ ആയിരിക്കും. ഈ കഴിഞ്ഞ സൈക്കിളിൽ 2025 ആദ്യം വന്ന സൈക്കിളിൽ 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു എലിജിബിലിറ്റി. പക്ഷേ സാധാരണ അങ്ങനെയല്ല, 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് എലിജിബിലിറ്റി വരാറുള്ളത്. ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പം അവിടെ ഒരു കോവിഡ് ബേസ്ഡ് ആയിട്ട് ഒരു 3 ഇയേഴ്സിൻ്റെ എക്സ്ട്രാ റിലാക്സേഷൻ വന്നു. അതുകൊണ്ടാണ് 18 to 33 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് 30 വരെ എന്ന് വരും എന്നാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത NTPCയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ കഴിഞ്ഞ സൈക്കിളിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കിവിടെ 4 പോസ്റ്റുകളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ്. പിന്നെ അക്കൗണ്ട്സ് കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും പിന്നെ ട്രെയിൻസ് ക്ലർക്കും. ഇങ്ങനെ 4 പോസ്റ്റുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് മാത്രം ഏകദേശം 3345 വേക്കൻസീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളാണ്. അതായത് നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, ടെക്നിക്കൽ എക്സ്പീരിയൻസോ എലിജിബിലിറ്റിയോ ഒന്നും തന്നെ ഇതിൽ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ജസ്റ്റ് ഒരു ഒറ്റ ലൈനിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് സെലക്ഷൻ പ്രോസസ്സൊക്കെ പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയുടെ എല്ലാ എക്സാംസും CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ എക്സാമിനും 2 CBT ഉണ്ട്. ഇനി അതിനുശേഷം ചില പോസ്റ്റുകളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ടാവും. ഇനി ഇവിടെ നമുക്ക് CBAT വരുന്നില്ല. അതേസമയം സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എക്സാം കൂടെ വരും. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്.
അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിനുശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ മെഡിക്കൽ എക്സാമിനേഷനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാം സൈഡോ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സൈഡോ ഇതൊക്കെ പല വീഡിയോസിലും വേറെ ചെയ്തതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ മെഡിക്കൽ എക്സാമിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു PDF ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഇമേജാണിത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഇങ്ങനെയാണ് റെയിൽവേയുടെ നോട്ടിഫിക്കേഷനിൽ ആക്ച്വലി വരിക. ഓക്കെ, കാൻഡിഡേറ്റ്സ് റെക്കമെൻഡഡ് ഫോർ അപ്പോയിൻമെന്റ് വിൽ ഹാവ് ടു പാസ് റിക്വസൈഡ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് conducted by the railway administration to ensure that the acuity standard candidates are medically fit to carry out the duties. Okay, visual acuity standard is one of the most important criteria of medical fitness. ഇങ്ങനെയാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ A1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് കാണിക്കും, A2 കാണിക്കും, A3, B1, B2, C1, C2 ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് A1 എന്താണ് A2 എന്ന് നിങ്ങൾ അറിഞ്ഞ് അതിന് ഓരോ പോസ്റ്റിലേക്കും ഈ ടേബിൾ വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലാണ് ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ ഫിറ്റ്നസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും കഷ്ടപ്പെടേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റിലെ 4 പോസ്റ്റുകളിലും വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണ്, അതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് വായിച്ച് കഷ്ടപ്പെടേണ്ട, ഇത് വായിച്ചാൽ കൺഫ്യൂഷൻ കൂടിയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മെഡിക്കൽ ടെസ്റ്റുകളാണ്. സോ നിങ്ങൾ ഇപ്പം ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 24 റുപ്പീസിൻ്റെയോ മറ്റോ ഒരു മെഡിക്കൽ ഒരു എന്താ പറയുക ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനം തരും, ഒരു എൻവലപ്പ് തരും. അതുകൊണ്ട് അവർ നിങ്ങളുടെ പേര് തന്നിട്ടുണ്ടാകും, ഒരു ഹോസ്പിറ്റലിൻ്റെ പേരുമായിട്ട് അത് ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടാകും. അപ്പോൾ അവർ തരുന്ന ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പല സ്റ്റുഡൻസ് നിങ്ങളെപ്പോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ ചെയ്യുന്ന ടെസ്റ്റുകളുടെ ലിസ്റ്റുകളാണ് ഞാനിവിടെ ആദ്യം തന്നിരിക്കുന്നത്. ഒന്ന്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ആയിരിക്കും നോക്കുന്നത്. അതിനുശേഷം മിക്ക പ്ലേസസിലും യൂറിൻ ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്, പിന്നെ എക്സ്റേ ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഓവറോൾ ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ, ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ജോയിൻസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് ചെയ്യാനൊക്കെ അവർ ഡോക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടും. സോ ബേസിക്കലി നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ജനറലി നടക്കുന്ന മെഡിക്കൽ ടെസ്റ്റുകളാണ്. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ A1, A2 എന്ന് പറയുന്ന എല്ലാത്തിലും ഈ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ടാകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോന്നിലും സ്പെസിഫിക് ആയിട്ട് വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടെസ്റ്റ് ഫോർ കളർ വിഷൻ എന്ന് കാണാൻ പറ്റും. ഇനി അതേസമയം താഴേക്ക് വരുമ്പോഴേക്കും ഇവിടെ ആ കളർ വിഷൻ എന്ന് പറയുന്ന കാര്യം കാണുന്നില്ല. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ പോസ്റ്റിനും സ്പെസിഫിക് ആയിട്ട് വരുന്ന ടെസ്റ്റുകളാണ്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് വിഷൻ ടെസ്റ്റാണ്. എന്താണ് ഈ ഡിസ്റ്റൻസ് വിഷൻ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരക്കാഴ്ച എന്തുമാത്രം ഉണ്ട് എന്നതിൻ്റെ അളവാണ് ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സ്പെക്സ് വെക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിന് കണ്ണ് ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. അത് അധികവും നമ്മളിപ്പം ഒപ്റ്റിക്കൽ ഹോസ്പിറ്റൽസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു മിററിൻ്റെ അവിടെ ഇങ്ങനെ മിററിലേക്ക് നോക്കാനായിരിക്കും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീഴെ ഇതുപോലെ ലെറ്റേഴ്സ് ഒരു വലുപ്പം തൊട്ട് താഴേക്ക് ഇങ്ങനെ ചെറുതായിട്ട് പല ലൈൻസിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ചെയ്യാൻ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് ജസ്റ്റ് പറയണം, നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച വ്യത്യസ്തമായിട്ട് എന്തുമാത്രം ഡിസ്റ്റൻസിലേക്ക് കിട്ടുന്നു എന്ന് ഇവർക്ക് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു കൈ ക്ലോസ് ചെയ്തിട്ട് മറ്റേ കണ്ണുകൊണ്ട് കാണാൻ പറയും, പിന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തെ കണ്ണുകൊണ്ട് കാണാൻ പറയും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, ഈ ഓരോ ലൈനിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ അതിനൊരു മെഷർ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ 6/60, വീണ്ടും 6/30, 6/12, 6/15, 6/12 ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് 6 മീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ മുമ്പിൽ 6 മീറ്ററിന് മുമ്പിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് എന്തുമാത്രം അല്ലെങ്കിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു അതിനെയാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുവിധം ഗവൺമെൻറ് എക്സാംസിൻ്റെ
മെഡിക്കൽ സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സിലൊക്കെ 6/9 അല്ലെങ്കിൽ വരുന്നുണ്ടാവുക 6/6 വിഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് ചില കേസിൽ വിത്ത് സ്പെക്സും ചില കേസിൽ വിത്തൗട്ട് സ്പെക്സും ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെല്ലുന്ന സമയത്ത് അധികവും 6 മീറ്റർ ദൂരെയുള്ള സാധനം ചിലപ്പോൾ അത്രയും സ്പേസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു 3 മീറ്റർ ബാക്കിൽ മിറർ വെച്ച് കഴിഞ്ഞിട്ട് ഇമേജ് വെച്ച് അതിൻ്റെ മിറർ ഒരു 3 മീറ്റർ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 3+3 ചെയ്താൽ ഒരു 6 മീറ്റർ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലൈൻ മാത്രമാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, ഞാനിപ്പം മേ ബി നിങ്ങൾ സ്പെക്സ് ഇല്ലാതെ വായിക്കുന്ന കാര്യം പറയാം, സ്പെക്സ് ഇല്ലാതെ ഒന്നാമത്തത് മാത്രമാണ് വായിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ച 6/60 ആണ്. അതല്ല രണ്ടാമത്തതും മൂന്നാമത്തതും വായിക്കാമെങ്കിൽ നിങ്ങളുടെ കാഴ്ച 6/20 ആണ്. ഇനി 6/9 നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള താഴെ നിന്ന് മൂന്നാമത്തെ ഈ ലൈൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. അതിനെയാണ് നമ്മൾ 6/9 വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെയിൽവേയിലെ അധികവും A കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാൻഡേർഡ്സിൽ മാത്രമാണ് ക്ലാസ്സസ് അലൗ ചെയ്യാത്തതുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഈ ലോക്കോ പൈലറ്റ് പോലെ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ പോലെ വരുന്ന ജോലികൾക്കാണ് ഇങ്ങനെ സ്പെക്സ് വെച്ചിട്ടുള്ളത് അലൗ ചെയ്യാത്തേ ഉള്ളൂ. സോ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ സ്പെക്സും അലൗഡ് ആണ്. എന്ന് വെച്ചാൽ സ്പെക്സ് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. ഓക്കെ, സ്പെക്സ് കൊണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലുള്ളതാവരുത് നിങ്ങളുടെ പ്രശ്നം. സോ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണണം. സോ അതാണ് വിത്ത് സ്പെക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അധികവും നമുക്ക് ഈ 6/9 ആണ് റെയിൽവേയിലൊക്കെ ക്ലിയർ ആയിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ചില കേസസിൽ 6/6 വരാറുണ്ട്, പക്ഷെ കൂടുതലും 6/9 ആണ് വരിക. സോ നിങ്ങൾ ഇങ്ങനെ ഒരു ടെസ്റ്റിന് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ചിലപ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റണമെന്നില്ല, അതിന് മുകളിലുള്ളതും തൊട്ട് മുകളിലുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നിയർ വിഷൻ ടെസ്റ്റ് ആണ്. എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഇത് ദൂരക്കാഴ്ച എത്രയുണ്ടെന്ന് അറിയാനാണെങ്കിൽ ഇവിടെ നിയർ വിഷൻ ടെസ്റ്റിൽ നിങ്ങൾക്ക് അടുത്തുള്ളത് എത്ര ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഹിന്ദിയിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള മെറ്റീരിയൽസ് തരും. അപ്പോൾ നിങ്ങളോട് അത് വായിക്കാൻ പറയും. അപ്പോൾ ചില കേസിൽ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ഒരു മൂടൽ പോലെയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ലൈൻസ് ഒന്നും വായിക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇതിൽ ഓരോന്നിൻ്റെയും ഓരോ ടൈപ്പ് ഓഫ് ഫോണ്ട് ആണ് അല്ലേ, അതിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണ്. ആദ്യം തീരെ ചെറുത്, പിന്നെ ഇച്ചിരി വലുത്, പിന്നെ വലുത്, അങ്ങനെയാണ്. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇവിടെയും അതേ മെഷറിലാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇവിടെ നിയർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി അടുത്തത് ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് ആണ്. എന്താണ് ഈ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളുടെ സൈഡ് വിഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നേരെ നോക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ നേരെ നോക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിലും അതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും അല്ലേ. മേ ബി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഏകദേശം അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഇതിനെ, അതായത് നമ്മുടെ പെരിഫറൽ വിഷനും കൂടെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇമേജിൽ കാണിക്കുന്ന പോലെ ഒരു 120 ഡിഗ്രി നിങ്ങളോട് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് അത് വെച്ചിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ബൈനോക്കുലർ വിഷൻ ആണ്. എന്താ ഈ ബൈനോക്കുലർ വിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനോക്കുലേഴ്സ് വെച്ച് നോക്കുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഒന്നുമല്ല. നിങ്ങളുടെ രണ്ട് കണ്ണിൻ്റെയും ദൃഷ്ടി അല്ലെങ്കിൽ രണ്ട് കണ്ണിൻ്റെയും ഫോക്കസ് ഒരേ പ്ലേസിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയുന്നതിൻ്റെ ടെസ്റ്റാണ് ബൈനോക്കുലർ വിഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ തെറ്റുകണ്ണ് എന്നൊക്കെ പറയും. ചിലപ്പം ഒരു രണ്ട് കൃഷ്ണമണികളും രണ്ട് പ്യൂപ്പിൾസും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തായിരിക്കില്ല ചില ആൾക്കാരുടെ വർക്ക് ചെയ്യുക അല്ലേ. ഒരാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ കൃഷ്ണമണി കുറച്ച് അലൈൻമെൻറ്റ് മാറി അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള മെഷർമെൻറ്റിനെയാണ് നമ്മൾ ബൈനോക്കുലർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ നിങ്ങളുടെ രണ്ട് പ്യൂപ്പിൾസിൻ്റെയും ദൃഷ്ടി ഒരേ പ്ലേസിലേക്കാണോ എന്ന് ഉറപ്പിക്കുന്നതാണ് ബൈനോക്കുലർ വിഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാ പോസ്റ്റിനും ഇല്ല കേട്ടോ. ഇതെല്ലാം കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ പോസ്റ്റിനും ഇല്ല. ഇത് പല പോസ്റ്റിനും വ്യത്യസ്തമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന ടെസ്റ്റാണ് നൈറ്റ് വിഷൻ ടെസ്റ്റ്. എന്താണ് ഈ നൈറ്റ് വിഷൻ ടെസ്റ്റ്? നമുക്ക് രാത്രി കണ്ണ് കാണാൻ പറ്റുമോ? ഇല്ല, രാത്രി കണ്ണൊന്നും ആർക്കും കാണില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം രാത്രി നമുക്ക് എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെങ്കിലോ എല്ലാം ഇരുട്ടിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റിൽ നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടുന്നുണ്ടാവും അല്ലേ. കണ്ണ് പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ കണ്ണിന് കോൺട്രാസ്റ്റ്
സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റും ചില പോസ്റ്റുകളിലേക്ക് കണ്ടക്ട് ചെയ്യപ്പെടും. ഇനി അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് നമ്മുടെ കളർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. സോ ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല വളരെ ക്രൂഷ്യലായിട്ടുള്ള ജോലികളിലേക്കും ഈ ക്ലറിക്കൽ അല്ലെങ്കിൽ ഓഫീസ് വർക്കുകളിലേക്കല്ല, ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ജോലികളിലേക്ക്, ഈ ലോക്കോ പൈലറ്റ് പോലെ, സ്റ്റേഷൻ മാസ്റ്റർ പോലെ, അങ്ങനെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി വരുന്ന ജോലികൾക്ക് അധികവും കളർ വിഷൻ ടെസ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. അപ്പോൾ കളർ വിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചിലർക്ക് റെഡ്, ഗ്രീൻ അല്ലെങ്കിൽ ചില കളേഴ്സ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് 7 കാണാൻ പറ്റുന്നുണ്ടാവും, 13 കാണാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു 8ഉം 12ഉം ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അതേസമയം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ഇത് ഈ ഒരു പാറ്റേൺ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 7 ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും ഇടയ്ക്ക് ഗ്രീനും യെല്ലോവും ഒക്കെ വെച്ചിട്ടാണ് അല്ലേ. സോ ആ കോൺട്രാസ്റ്റ് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ കളർ വിഷൻ ടെസ്റ്റ് ഫെയിൽ ആകും. ഓക്കെ, അപ്പോൾ കളർ വിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ചില സ്പെസിഫിക് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ നമ്പേഴ്സോ ലെറ്റേഴ്സോ ആവണമെന്നില്ല. ചിലപ്പം ലോക്കസ് കണ്ടുപിടിക്കാൻ പറയും. ഇതേപോലെ തന്നെ ഒരു സർക്കിളിൽ ഇങ്ങനെ കുറേ ഡിസൈൻ തന്നിട്ട് വേറൊരു കളറിൽ ഇങ്ങനെ ഒരു പാത്ത് പോലെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇതിനെയാണ് കളർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയും ടെസ്റ്റുകളാണ് ഈ ഓരോന്നിലും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഇത് എല്ലാത്തിനും ഇല്ല, ചിലതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ടെസ്റ്റുകൾ വരുന്നതെന്ന് നമുക്കിനി ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 4 പോസ്റ്റുകളാണ്. സോ അപ്പോൾ കഴിഞ്ഞ സൈക്കിൾ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ വേക്കൻസി ഒക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ എക്സാമിൻ്റെ സൈക്കിൾസിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് വേക്കൻസിയും പ്രായപരിധിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 18 to 33 ഇയേഴ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്തവണ 3 വർഷം അധികമാണ്. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത സൈക്കിൾ വരുമ്പോൾ ആ 3 വർഷം അവർ മാറ്റാൻ സാധ്യതയുണ്ട്. 18 to 30 ആണ് ടിപ്പിക്കൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടേക്ക് വരാം. ആദ്യം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ജോലിയാണ്. സോ ഈ പോസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പേ 21,000 ഓൺവേർഡ്സ് വരും. ഇത് ബേസിക് പേ ആണ്. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ഇവിടേക്ക് ഡിയാനസ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, HRA ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടിക്കറ്റ് ക്ലർക്കാണ് അല്ലേ. പാസഞ്ചേഴ്സിന് ടിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാനമായിട്ട് വരുന്ന ജോലി. കൂടുതലും ക്രൗഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നെക്സ്റ്റ് ഇൻഫർമേഷൻ ഒക്കെ പാസഞ്ചേഴ്സ് ചോദിക്കുമ്പോൾ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവരുടെ ക്വയറീസിനൊക്കെ ആൻസർ കൊടുക്കുക, റിസർവേഷൻ കൗണ്ടേഴ്സൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഈ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B2 ആണ്. അപ്പോൾ എന്താണ് B2 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ കണ്ടാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഡിസ്റ്റൻസ് വിഷൻ 6/9 അല്ലെങ്കിൽ 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. അപ്പോൾ മനസ്സിലായോ? 6/9 എന്തായിരുന്നു സാധനം? നമ്മുടെ തേർഡ് ലാസ്റ്റ് ലൈൻ ആയിരുന്നു അല്ലേ. ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ ആ ഒരു ഇത് കണ്ടത്. അതിൻ്റെ തേർഡ് ലാസ്റ്റ് ലൈൻ ആയിരുന്നു 6/9 എന്ന് പറയുന്നത്. അപ്പോൾ 6/12 എന്താണ്? അതിൻ്റെ മുകളിലുള്ള ലൈൻ ആയിരുന്നു 6/12 എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ലാസ്റ്റ് നിന്നും 3ാമത്തെയും 4ാമത്തെയും ലൈൻ നിങ്ങൾക്ക് സ്പെക്സ് വെച്ചിട്ടോ വെക്കാതെയോ വായിക്കാനായിട്ട് പറ്റണം. ഇപ്പം മനസ്സിലായോ എന്താണ് അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന്? ഇനി അടുത്തത് നിങ്ങളുടെ പവറിൻ്റെ മാക്സിമം സ്ട്രെങ്ത് അല്ലെങ്കിൽ മെഷർ എന്ന് പറയുന്നത് +or- 4 ഡയോപ്റ്റർ ആയിരിക്കണം. അപ്പോൾ ഈ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് സൈറ്റിനാണ്. ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് മൈനസിലായിരിക്കും പവർ വരിക. -1, -2, -3, -4 വരെ നിങ്ങൾക്ക് ഓക്കെയാണ്. ലോങ് സൈറ്റ് വരുന്നവർക്ക് പ്ലസ്സിലായിരിക്കും ഡയോപ്റ്റർ മെഷർ ചെയ്യുന്നുണ്ടാവുക. സോ അത് 4 ഡയോപ്റ്ററിൻ്റെ ഉള്ളിൽ നിൽക്കണം. ഇനി അടുത്തത് നിയർ വിഷൻ്റെ കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 0.6 and 0.6 ആണ് തന്നിരിക്കുന്നത് രണ്ട് കണ്ണിനും. അറ്റ് ദ സെയിം ടൈം നോക്കിക്കേ, ഇത് വിത്ത് ഓർ വിത്തൗട്ട് റീഡിംഗ് ഗ്ലാസ്സസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ റീഡിംഗ് ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ എന്തായി ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞില്ലേ, പെരിഫറൽ വിഷൻ, നമ്മുടെ സൈഡ് വൈസ് വിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ്. അത് പാസ്സായാൽ മതി. കളർ വിഷൻ ടെസ്റ്റ് മാൻഡേറ്ററി അല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ B2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ, ഇത്രയും സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് വരുന്നുള്ളൂ. ടിക്കറ്റ് ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ പോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇത് വീണ്ടും ഒരു ഡെസ്ക് ജോബ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും 12th ആണ് ക്വാളിഫിക്കേഷൻ, 18 to 33 ഇയേഴ്സ് ആണ്. കഴിഞ്ഞ സൈക്കിളിൽ ഏകദേശം 361 വേക്കൻസീസ് ഈ ഒരൊറ്റ പോസ്റ്റിന് മാത്രം ഉണ്ടായിരുന്നു. സോ ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള, പെൺകുട്ടികൾക്കൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. കാരണം ഇവിടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒന്നും വരുന്നുണ്ടാവില്ല. മോർണിംഗ് ടു ഈവനിങ്, മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ ഒക്കെ ലീവാണ്. മൺഡേ ടു ഫ്രൈഡേ മാത്രം നിങ്ങൾ ഓഫീസിൽ പോയാൽ മതി. ആൻഡ് ഇത് പ്യോർലി ക്ലറിക്കൽ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് അത്ര വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ എൻട്രി, അതായത് റെയിൽവേയുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ റെയിൽവേയിൽ തന്നെ അക്കൗണ്ട്സിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. PF സെക്ഷൻ ഉണ്ടാകും, പെൻഷൻ സെക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ സാലറി സെക്ഷൻ ഉണ്ടാകും, അങ്ങനെ ഓഡിറ്റ് സെക്ഷൻ ഉണ്ടാകും, അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ടാകും. അതിൽ ഏത് സെക്ഷനിലെ സീറ്റിലാണോ നിങ്ങളുടെ ജോലി, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യുക. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജോലിയാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. സോ ഫീൽഡ് വർക്ക് ഇല്ല എന്ന് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 9 to 5 അല്ലെങ്കിൽ മേ ബി 10 to 6 ചെയ്യേണ്ട ജോലിയാണിത്. ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് C2 ആണ്. അപ്പോൾ C2 എന്ന് വെച്ചാൽ A1 A2 A3 B1 B2 C1 C2 ഏറ്റവും ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ സേഫസ്റ്റ് ജോലിയുമാണ്, ഏറ്റവും ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡുമാണ്. അപ്പോൾ ഇവിടേക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ വീണ്ടും 6/9 പോലും വേണമെന്നില്ല, 6/12 മതി അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റിൽ നിന്നുള്ള 4th ലൈനാണ് നിങ്ങൾ വായിക്കേണ്ടത്. സോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈനാണ് നിങ്ങൾക്ക് വായിക്കാനുള്ളൂ, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്സസ്. വീണ്ടും വിത്തൗട്ട് ഗ്ലാസ്സസ് നിങ്ങൾക്ക് നിയർ വിഷനും ചെക്ക് ചെയ്യും. ഇനി ബേസിക് റീഡിംഗ് അല്ലെങ്കിൽ ക്ലോസ് വർക്ക് കേപ്പബിലിറ്റി മാത്രമാണ് നോക്കുന്നുള്ളൂ. സോ അപ്പോൾ ഇവിടേക്ക് നൈറ്റ് വിഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ഫീൽഡ് ഓഫ് വിഷൻ വന്നോ? ഇല്ല. ബൈനോക്കുലർ വിഷൻ ഉണ്ടോ? ഇല്ല. കളർ വിഷൻ ഉണ്ടോ? ഇല്ല. സോ വളരെ ഏറ്റവും ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന ജോലി ഇതാണ്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ജോലിയും ഇത് തന്നെയാണ്. പെൺകുട്ടികളൊക്കെ ഒത്തിരി പ്രിഫർ ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ് ഈ ഒരു പോസ്റ്റിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ C2 രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഏകദേശം അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു എന്താ പറയുക, റെക്കോർഡ് കീപ്പിംഗ് ഒക്കെ ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ സൈക്കിളിൽ ഏകദേശം 1000ൻ്റെ അടുത്ത് വേക്കൻസി, 990ഓളം വേക്കൻസീസ് കഴിഞ്ഞ സൈക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടേക്ക് അക്കൗണ്ട് റിലേറ്റഡ് ഇൻഫർമേഷൻ തന്നെ, അതിൽ കൂടുതലും അക്കൗണ്ട് എന്ന് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റില്ല. മേ ബി റെയിൽവേയുടെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാനേജ് ചെയ്യുന്ന ടൈപ്പിസ്റ്റ് ജോലികളാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഡേറ്റ എൻട്രിയും ഫയൽ കീപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 ആണ്. C2 എന്ന് വെച്ചാൽ അതാ നമ്മളിപ്പോൾ കണ്ട അതേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇവിടേക്കും വരുന്നത്. സോ ഇതൊരു ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണോ? അല്ല. നിങ്ങൾ വിത്ത് സ്പെക്സ് 6/12 വിഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിയർ വിഷനും നിങ്ങൾക്ക് വിത്ത് സ്പെക്സ് തന്നെ നോക്കാം. ഇനി കറക്റ്റായിട്ട് അടുത്തുള്ളതൊക്കെ കണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നേരത്തെ പറഞ്ഞ അക്കൗണ്ട്സ് ക്ലർക്കിൻ്റെ അതേ കാര്യം തന്നെയാണ് ഇവിടെ C2 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ UG പോസ്റ്റിലെ അടുത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ വരുന്നത് ട്രെയിൻസ് ക്ലർക്കാണ്. അപ്പം ഇത് അത്യാവശ്യം നല്ല ലെവലിൽ ഐ വിഷൻ റിക്വയർമെൻറ്റ് വരുന്ന ഒരു പോസ്റ്റാണ്. കാരണം ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ക്ലർക്ക് ആണല്ലോ എന്ന് വിചാരിക്കുമെങ്കിലും ആക്ച്വലി ഇത് ക്ലർക്ക് അല്ല സംഭവം. അപ്പോൾ ഇവർ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ട്രെയിൻസ് വന്നും പോകും അല്ലേ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറച്ചെണ്ണം കേടായിട്ട് കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ വരാൻ ലേറ്റ് ആവും, പോവാൻ ലേറ്റ് ആവും. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്ര നമ്പർ ഓഫ് വാഗൻസ് ആണ്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഗുഡ്സ് ട്രെയിൻസ് ആണ്, അതിൽ എത്ര കോച്ചസ് ആണുള്ളത്, അതിൽ എത്ര എണ്ണം വന്നു, എത്ര എണ്ണം പോയി, അറ്റ് ദ സെയിം, അതായത് തന്നിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ എത്ര ട്രെയിൻസ് ആ സ്റ്റേഷനിലുണ്ട് എന്നതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ചെക്ക് ചെയ്ത് അത് എൻറ്റർ ചെയ്യേണ്ടത്, മേ ബി സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെയാണ് ഇവിടെ ട്രെയിൻസ് ക്ലർക്കിൻ്റേത്. ഓക്കെ, അപ്പോൾ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ജോലിയാണ്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അത് കൗണ്ട് ചെയ്യുന്നുണ്ടാകും. അവർ നോക്കിയിട്ടോ അല്ലെങ്കിൽ മാനുവലിയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. സോ ഐ വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ജോലിയാണിത്, ട്രെയിൻസ് ക്ലർക്കിൻ്റെ ജോലി. ഇവിടെ ഷിഫ്റ്റുകളിലായിരിക്കും ജോലികൾ വരുന്നുണ്ടാവുക, നൈറ്റ് ഡ്യൂട്ടി വരുന്ന ഒരു ജോലിയാണ്. ആൻഡ് നെക്സ്റ്റ്
ഇവിടെ ഫീൽഡ് ഡ്യൂട്ടി വന്നതിന് ശേഷം ഡെസ്ക് ഡ്യൂട്ടി ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആവുന്നത് കൊണ്ട് റെയിൽവേയുടെ പല ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും RMS എന്നൊക്കെ പറയുന്ന സിസ്റ്റം അല്ലേ, അതായത് റെയിൽവേ മൊബൈൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെ FIOS, പിന്നെ അതായത് ഫ്രൈറ്റ് ട്രെയിൻസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഓപ്പറേഷൻ സിസ്റ്റം, പിന്നെ RIOS എന്നൊക്കെ പറഞ്ഞിട്ട് CIOS എന്നൊക്കെ പറഞ്ഞ പല സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റംസിലേക്കൊക്കെ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്ന ക്ലറിക്കൽ ജോലി കൂടി ഇവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസ്കും അതിൻ്റെ കൂടെ തന്നെ ഫീൽഡ് ഡ്യൂട്ടിയും കൂടെ വരുന്ന ഒരു ജോലിയാണ്. സോ iVision ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ജോലിയാണിത്. ഇനി ഇതിൻ്റെ ഇനിഷ്യൽ പേയും ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴേക്കും A കാറ്റഗറിയിലേക്ക് പോയി. മറ്റത് രണ്ടും Bയും Cയും ആയിരുന്നു. ഇത് പക്ഷേ A1 A2 A3 A3യിലേക്ക് ഈ ഒരു കാറ്റഗറി പോയി. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ A3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇവിടെ 6/9 ആൻഡ് 6/9 രണ്ട് കണ്ണിനും 6/9 തന്നെ വേണം, 6/12 അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ തേർഡ് ലാസ്റ്റ് ലൈനാണ് വായിക്കേണ്ടത്, അല്ലാതെ ഫോർത്ത് ലാസ്റ്റ് അല്ല, നേരത്തെ കണ്ടതുപോലെ. പക്ഷേ A3യിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ A കാറ്റഗറിയിലെ ഏറ്റവും ലീനിയൻ്റ് ആയിട്ട് വരുന്നതാണ് A3. A1ലും A2ലും ഗ്ലാസ് പറ്റുപോലുമില്ല. A1 കാറ്റഗറിയിലും A2 കാറ്റഗറിയിലും മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് സ്പെക്സ് വെച്ചിട്ട് പോലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പക്ഷേ സ്പെക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് 6/9 കിട്ടിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇത് വീണ്ടും നിയർ വിഷനും 0.6 ആണ്. അവിടെയും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ പറഞ്ഞ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ കളർ ടെസ്റ്റ് ഒഴികെ ബാക്കി എല്ലാം പാസ്സായിരിക്കണം. അപ്പോൾ ഇവിടെ കളർ വിഷനും ഉണ്ടല്ലേ, ഇവിടെ കളർ വിഷൻ വരുന്നുണ്ട്, ബൈനോക്കുലർ വിഷൻ ഉണ്ട്, ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്, നൈറ്റ് വിഷനും ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ 4 ടെസ്റ്റുകളും ഈ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ പാസ്സാവണം. കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ടെസ്റ്റാണ് കളർ വിഷൻ ടെസ്റ്റ്. ബൈനോക്കുലർ വിഷൻ എന്തായിരുന്നു? നിങ്ങൾക്ക് ദൃഷ്ടി ഒരേ പ്ലേസിലേക്കാണ്, പ്യൂപ്പിൾസ് കോർഡിനേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫീൽഡ് ഓഫ് വിഷൻ സൈഡ് മൂവ്മെൻറ്റ് നോക്കാൻ, നൈറ്റ് വിഷൻ കോൺട്രാസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഈ 4 ടെസ്റ്റുകളും ഇവിടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ ഇതാണ് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇത് ഈ ടിക്കറ്റ് ക്ലർക്കിൻ്റെ ട്രെയിൻസ് ക്ലർക്കിൻ്റെ പോസ്റ്റിലാണ് ഏറ്റവും ഈ UG പോസ്റ്റുകളിൽ ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതോടുകൂടെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ടേക്ക് അവേ പോയിന്റ്സ് ആണ്. സോ ഏറ്റവും ഹയസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ റിക്വയർമെൻറ്റ്സ് വരുന്നത്, ഏറ്റവും ഹയസ്റ്റ് വരുന്നത് A3യിലാണ്. നെക്സ്റ്റ് ടിക്കറ്റ് ക്ലർക്കിന് B2 ആണ്. പക്ഷേ ക്ലർക്കിനും ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്കും C2 മതി. ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഇതുപോലൊരു ഡിക്ലറേഷൻ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ഫ്രം ഐ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊരു പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ആ മെഷർമെൻറ്റ്സ് എത്രയാണോ അതൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി വീണ്ടും നമ്മുടെ ട്രെയിൻസ് ക്ലർക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ട്രെയിൻസ് ക്ലർക്കിന് ലാസിക് സർജറി, അതായത് ലേസർ സർജറി ചെയ്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് വീണ്ടും അതിനകത്ത് പറയുന്നുണ്ട്. സോ അതുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. സോ ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരെ എത്തണം എന്നുണ്ടെങ്കിൽ, മെഡിക്കലി നിങ്ങൾ എത്ര ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യാതെ അവിടേക്ക് എത്താൻ പറ്റില്ല അല്ലേ. നമ്മുടെ ഒന്നാമത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാംസ് തന്നെയാണ്. സോ CBT 1ഉം CBT 2ഉം നിങ്ങൾ ക്ലിയർ ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമാണ് എത്ര ഫിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ വരെ എത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സൈക്കിൾ എക്സാംസ് നടന്നു. ഇനി അടുത്ത സൈക്കിൾ ഉടനെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ചസും നമ്മുടെ എൻട്രിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചസിൻ്റെ പ്രത്യേകത, നമ്മളൊരു 3 ലെവൽ ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും, നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ സിലബസ് പ്രകാരം കവർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ട്രെയിനിങ് നിങ്ങൾക്ക് തരും. അതിനുശേഷം നിങ്ങളുടെ സ്റ്റക്ക് ആവുന്ന ഏരിയാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്ന ഏരിയാസ് ഏതൊക്കെയാണോ അത് കണ്ടുപിടിച്ച് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങളുടെ 2ാമത്തെ ലെവലിൽ തരുന്നു. അതിനുശേഷം 3ാമത്തെ ലെവലിൽ നിങ്ങളുടെ മെയിൻസ് എക്സാമിലേക്ക്, അതായത് CBT 2 ആൻഡ് ഹയർ എക്സാംസിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാച്ചാണ്. ഇതിൻ്റെ പേര് തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് RRB NTPC 2026ൻ്റെ സൂപ്പർ 30 ബാച്ച് എന്നാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വളരെ
കേറ്റേർഡ് ആയിട്ടുള്ള അറ്റൻഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും, അതായത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കൂടാതെ തന്നെ എൻട്രി ആപ്പിൽ ആക്ച്വൽ എക്സാം ലൈക്ക് ആയിട്ട് വരുന്ന ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. ഈ മോക്ക് ടെസ്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ AI അസിസ്റ്റഡ് ആണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റൻ നിങ്ങൾ എത്ര സെക്കൻഡ്സ് സ്പെൻഡ് ചെയ്യുന്നു എന്ന് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ വഴി നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ആ ഫീഡ്ബാക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനെല്ലാം പുറമെ ഫുൾ ടൈം നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്റ്റഡി പ്ലാനും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എൻട്രിയിലെ എക്സ്പേർട്സ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ എൻറോൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചസിനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് സ്ക്രീനിൽ ഇവിടെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിനെ പറ്റിയും എക്സാംസിനെ പറ്റിയും ക്ലാസ്സസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ കൺസേൺസോ ഉണ്ടെങ്കിൽ അതിൽ എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ലെവൽ, ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഇനി ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഇനി ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ കറക്റ്റ് സമയത്തിന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിടുക. ഇല്ലെങ്കിൽ വീഡിയോ വരുന്നതും പോകുന്നതും ഒന്നും നിങ്ങൾ അറിയില്ല. സോ അറിയാതെ പോയി നിങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കി കളയരുത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.